പ്രിയമുള്ളവരെ നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് എനിക്ക് കഴിഞ്ഞ മാസം റിസൾട്ട് കിട്ടിയ ഒരു ഇൻഫെർട്ടിലിറ്റി കേസാണ്. അപ്പോൾ ഇവർ 13 വർഷം കഴിഞ്ഞ ഒരു കപ്പിൾസ് ആയിരുന്നു. നമ്മുടെ ക്ലിനിക്കിൽ വരുന്നത് ഇക്കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിലായിരുന്നു. അപ്പോൾ ഇവരുടെ കേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഫെർട്ടിലിറ്റി ഓഫ് അൺനോൺ ഒറിജിൻ ആയിരുന്നു. അതായത് ഇവരെ ഹസ്ബൻഡിൻ്റെ കൗണ്ട് നോക്കുമ്പോൾ കൗണ്ട് വൈസ് ഓക്കെയാണ്. വൈഫിന് നമ്മൾ സ്കാൻ ചെയ്യിച്ച് നോക്കുമ്പോൾ സ്കാനിങ്ങിലും ഒരു ചെറിയ PCOD ഉണ്ട് എന്നല്ലാതെ അത് വളരെ മൈൽഡായിട്ടില്ല. വേറെ അങ്ങനെ കാര്യപ്പെട്ട പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഓവുലേഷൻ എല്ലാം നടക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് മറ്റ് കുഞ്ഞുങ്ങളാവുന്നില്ല. 2 IUI ചെയ്തു, 2 ഫെയിലിയർ ആയിരുന്നു. ഇനി IVF ചെയ്യണം എന്നായിരുന്നു അവരുടെ അടുത്ത് ഗൈനക്കോളജിസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മുടെ വീഡിയോസ് കണ്ട് അവർ നമ്മുടെ ക്ലിനിക്കിൽ എത്തുന്നത്. അപ്പോൾ നമ്മൾ അവരുടെ പാസ്റ്റ് ഹിസ്റ്ററിക്കായിരുന്നു ഇമ്പോർട്ടൻസ് കൊടുത്തത്. ഇവർക്ക് ചെറുപ്പത്തിൽ വന്നിട്ടുള്ള TB വന്നിട്ടുണ്ടായിരുന്നു. അത് ബേസ് ചെയ്തിട്ടായിരുന്നു നമ്മുടെ പ്രിസ്ക്രിപ്ഷൻ പോയിട്ടുണ്ടായിരുന്നത്. എന്താണെങ്കിലും 2 മാസത്തെ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് തന്നെ അവർക്ക് പോസിറ്റീവ് റിസൾട്ട് കിട്ടി. അപ്പോൾ ഇതുപോലെ നമുക്ക് എന്താ വെച്ചാൽ കാരണം അറിയാത്ത ഇൻഫെർട്ടിലിറ്റി കൊണ്ട് പ്രയാസപ്പെടുന്ന ഒത്തിരി പേര് നമുക്കിടയിൽ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അവർക്ക് നമ്മളായിട്ടുള്ള ഒരു ഡിസ്കഷൻ കേസ് ടേക്കിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് മുമ്പ് വന്നിട്ടുള്ള ഏതെങ്കിലും അസുഖങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസിഡൻസോ ഒരു ഫേസ് ചെയ്തിട്ടുള്ളതായിരിക്കും അവർ ഇൻഫെർട്ടിലിറ്റിയുടെ കാരണങ്ങൾ. അത് നമ്മൾ കൃത്യമായിട്ട് കണ്ടെത്തി അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരു പോസിറ്റീവ് റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് ഞങ്ങളുമായിട്ട് ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.